അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അറ്റോമിക് മാസിനെ കുറിച്ചായിരുന്നു. അതായത് ഒരു ആറ്റത്തിന്റെ മാസ് മെഷർ ചെയ്യുന്നത് എങ്ങനെ, കാർബണിന്റെ ഐസോട്ടോപ്പായ കാർബൺ 12ന്റെ 1/12 മാസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് മെഷർ ചെയ്തത്. അങ്ങനെ നമ്മൾ ഓരോ എലമെന്റിന്റെയും അറ്റോമിക് മാസുകൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എലമെന്റുകളുടെ സിംബൽസ് ബെഴ്സലീസിലൂടെ എലമെന്റുകളുടെ സിംബൽസ് വന്ന രീതിയെ പഠിച്ചു. എലമെന്റുകളുടെ ഓരോന്നിന്റെയും സിംബൽസ് നമ്മൾ പഠിച്ചു. അതുപോലെ ലാറ്റിൻ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള എലമെന്റ്സിന്റെ സിംബൽസ് പഠിച്ചു. ദെൻ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഹൗ ഡു ആറ്റംസ് എക്സിസ്റ്റ്. ആറ്റംസ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് ചില എലമെന്റുകളുടെ ആറ്റങ്ങൾ അത് മോണോ അറ്റോമിക് ആയിരിക്കും. മോണോ അറ്റോമിക് മീൻസ് അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ. എന്നാൽ ചില എലമെന്റുകളുടെ ആറ്റംസ് ഉണ്ട്, അത് കമ്പൈൻ ചെയ്ത് ആ കമ്പൈൻഡ് സ്റ്റേജിൽ മാത്രമേ, മീൻസ് മോളിക്യൂൾ ആയിട്ടുള്ള ഫോമിൽ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ ചാർജ്ഡ് അയോൺസ്. അപ്പോൾ ചിലത് ഇൻഡിപെൻഡന്റ് ആയിട്ട്, ചില എലമെന്റുകൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ കാണും. മറ്റു ചില എലമെന്റുകൾ എന്ന് പറയുന്നത് അത് അതിന്റെ അയോൺസ് ആയിട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അയോൺസിന്റെ ഫോമിൽ കാണും. ഇനി ചിലത് അതിന്റെ മോളിക്യൂൾസ് ആയിട്ട് കാണും. ഓക്കെ. അപ്പൊ എന്താണ് മോളിക്യൂൾ? മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ജനറൽ ഗ്രൂപ്പ് ഓഫ് 2 or more atoms. മോളിക്യൂൾ എന്ന് പറയുന്നത് 2 or more atoms combined together to form molecules. ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ ഓക്സിജന്റെ ആറ്റം O plus O gives O2. ഓക്സിജന്റെ 2 ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ ഓക്സിജന്റെ ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നു. ഓക്കെ. അതുപോലെ തന്നെ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെന്റ് ഓർ എ കോമ്പൗണ്ട്. ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു എലമെന്റിന്റെ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിന്റെ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ആണ് മോളിക്യൂൾ. ആ കോമ്പൗണ്ടിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ആർക്കുണ്ടായിരിക്കും? മോളിക്യൂൾസിന് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു കോമ്പൗണ്ട് വാട്ടർ ഒരു മോളിക്യൂൾ ആണ്. H2O വാട്ടർ മോളിക്യൂൾ ആണ്. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾ എന്ന ഈ ഒരു മോളിക്യൂളിൽ നിന്ന് നമ്മൾ ഏതൊരു പാർട്ട് എടുത്തു കഴിഞ്ഞാലും അതിലെല്ലാം എന്തുണ്ടായിരിക്കും? ഹൈഡ്രജനും ഓക്സിജനും ഈ ഒരു റേഷ്യോയിൽ 2:1 എന്നൊരു റേഷ്യോ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ആറ്റംസ് 2 or more atoms combine together to form molecules. രണ്ടോ അതിൽ കൂടുതലോ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് മോളിക്യൂൾസ്. അതുപോലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിന്റെ പോർഷൻ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിന്റെ ഒരു പോർഷൻ ആയിരിക്കും ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത്. ആ മോളിക്യൂളിന് ആ സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും. ഓക്കെ. അങ്ങനെ എല്ലാ പ്രോപ്പർട്ടീസും ഉള്ള ഏറ്റവും ചെറിയൊരു പാർട്ടാണ് അതിന്റെ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് മോളിക്യൂൾസിന്റെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. ആ ഡിഫറെന്റ് ഫോംസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോണോ അറ്റോമിക് മോളിക്യൂൾസ്. അപ്പോൾ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ചില എലമെന്റുകൾ എപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഏത് സ്റ്റേജിലാണ്? ഇൻഡിപെൻഡന്റ് സ്റ്റേജിലാണ്. ഫോർ എക്സാമ്പിൾ ഹീലിയം He. അപ്പോൾ ഹീലിയം He എന്ന് എഴുതും. ഇതെന്താണ്? ഇതൊരു നോൺ മെറ്റൽ ആണ്. അതുപോലെ ആർഗൺ ആർഗൺ ഇതൊരു നോൺ മെറ്റൽ ആണ്. ഇതിന്റെ മോളിക്യൂൾസും ഇതിന്റെ സിംഗിൾ എലമെന്റിനെ സിംഗിൾ ആറ്റത്തിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ആർഗൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ആർഗൺ ആറ്റം ആവാം, ആർഗൺ എന്ന് എഴുതി കഴിഞ്ഞാൽ ആർഗണിന്റെ മോളിക്യൂൾ ആവാം. ഓക്കെ. അപ്പൊ ഈ രണ്ട് നോൺ മെറ്റൽസും ഇൻഡിപെൻഡന്റ് സ്റ്റേജിൽ കാണുന്ന നോൺ മെറ്റൽസ് ആണ്. ബാക്കിയുള്ള നോൺ മെറ്റൽസിന്റെ സ്റ്റേജ് ഡിഫറെന്റ് ആണ്. അതുപോലെ മെറ്റൽസ് എടുത്തു കഴിഞ്ഞാൽ സോഡിയം Na, പൊട്ടാസ്യം K, ഇങ്ങനെയുള്ള എലമെന്റുകളൊക്കെ എന്താണ്? കാൽഷ്യം Ce, Zn, സിങ്ക്, ഇങ്ങനെയുള്ള എലമെന്റുകളെല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് സ്റ്റേജിലാണ് കാണുന്നത്. അതിന്റെ ആറ്റം ആയാലും അതിന്റെ മോളിക്യൂൾ ആയാലും ഇൻഡിപെൻഡന്റ് സ്റ്റേജിലാണ്. സോ ഇത് നമ്മൾ പറയുന്ന പേര് മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂൾസിൽ ഓൺലി 1 ആറ്റം മാത്രമേ ഉണ്ടായിരിക്കൂ. അപ്പൊ ഇവരെ നമ്മൾ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയും. അപ്പോൾ മോണോ അറ്റോമിക് മോളിക്യൂൾസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഡയാറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഡയാറ്റോമിക് മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ ആണ് ക്ലോറിൻ Cl2. Cl2 ഒരു ഡയാറ്റോമിക് മോളിക്യൂൾ ആണ്. Cl ആയിട്ടത് എക്സിസ്റ്റ് ചെയ്യില്ല. Cl2 രണ്ട് ക്ലോറിനുകൾ ചേർന്ന് Cl2 ആയി. Then oxygen O2
ഹൈഡ്രജൻ H2, നൈട്രജൻ N2, ഫ്ലൂറിൻ F2 തുടങ്ങിയ മോളിക്യൂൾസ് ഒക്കെ ഡയാറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിളാണ്. അപ്പോൾ അതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 2 ആറ്റങ്ങൾ വീതം ഡയാറ്റോമിക് മോളിക്യൂൾസിൽ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പോളി അറ്റോമിക് ആണ്. അപ്പോൾ മോണോ അറ്റോമിക് മോളിക്യൂൾസ് ആയി, ഡയാറ്റോമിക് മോളിക്യൂൾസ് ആയി. ഇനി ഒരു ടെട്രാ അറ്റോമിക് മോളിക്യൂൾസിന്റെ എക്സാമ്പിൾ നോക്കാം. ടെട്രാ മീൻസ് P4. ഫോസ്ഫറസ് P4 ഇതൊരു ടെട്രാ അറ്റോമിക് മോളിക്യൂളിന് എക്സാമ്പിൾ. ടെട്രാ അറ്റോമിക് മോളിക്യൂൾ ആണ് P4. അതുപോലെ സൾഫർ S8 പോളി അറ്റോമിക് മോളിക്യൂൾ. അപ്പോൾ ഫോസ്ഫറസിൽ 4 ആറ്റങ്ങൾ ചേർന്നാൽ മാത്രമേ അതൊരു മോളിക്യൂൾ ആവുകയുള്ളൂ. സോ P4 എന്ന് പറയുന്നത് ടെട്രാ അറ്റോമിക് മോളിക്യൂൾ ആണ്. അതുപോലെ സൾഫറിലാണെങ്കിൽ 8 ആറ്റംസ്, 8 ആറ്റങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ സൾഫറിൽ എന്ത് ചെയ്യൂ? സൾഫർ ഒരു മോളിക്യൂളായി മാറൂ. സോ ഇത് പോളി അറ്റോമിക് മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് സൾഫർ. അപ്പോൾ മോളിക്യൂൾസിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പഠിച്ചു. അതായത് ആറ്റംസ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് ഒരു സബ്സ്റ്റൻസ് എടുത്താൽ ആ സബ്സ്റ്റൻസിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഉള്ള സ്മോളസ്റ്റ് പാർട്ടിക്കിൾ മോളിക്യൂൾ ആയിരിക്കും. അപ്പോൾ ആ മോളിക്യൂൾ എന്ന് പറയുന്നത് മോണോ അറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്, ഡയാറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്, അതുപോലെ ടെട്രാ അറ്റോമിക് മോളിക്യൂൾസും പോളി അറ്റോമിക് മോളിക്യൂൾസും ഉണ്ട്. അപ്പോൾ അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കിയത്. മോണോ അറ്റോമിക് മോളിക്യൂൾസ് സോഡിയം. അപ്പോൾ ഫോസ്ഫറസ് P4 ആണ്, അതൊരു ടെട്രാ അറ്റോമിക് മോളിക്യൂൾ ആണ്. അതുപോലെ സൾഫർ S8 ആണ്, അത് പോളി അറ്റോമിക് മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മോളിക്യൂൾസിന്റെ ഡിഫറെന്റ് ടൈപ്പ് നോക്കി. മോണോ അറ്റോമിക്, ഡയാറ്റോമിക്, അതുപോലെ പോളി അറ്റോമിക്, ടെട്രാ അറ്റോമിക് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാം മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്സ്. അതായത് കോമ്പൗണ്ട്സിലെ മാസ് ബൈ മാസ് റേഷ്യോ നോക്കാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്നു, H2O. ഇതിലെ ആറ്റംസിന്റെ നമ്പർ റേഷ്യോ, അതായത് നമ്മൾ അറ്റോമിസിറ്റി എന്നാണ് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ പ്രസന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ആറ്റംസ് എത്രയുണ്ടോ അതിനെ നമുക്ക് നമ്പർ ഓഫ് ആറ്റംസിനെ അറ്റോമിസിറ്റി എന്ന് പറയും. സോ വാട്ടറിന്റെ അറ്റോമിസിറ്റി മീൻസ് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഇവിടെ ഉണ്ട്. സോ 3 ആയിരിക്കും അതിൻ്റെ അറ്റോമിസിറ്റി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ആറ്റംസ് 3 ആണ്. അപ്പോൾ ഇനി ആറ്റംസിന്റെ നമ്പർ വെച്ചിട്ട് നമ്പർ ഓഫ് ആറ്റംസിന്റെ നമ്പർ റേഷ്യോ ഉണ്ട്. നമ്പർ റേഷ്യോ ഇതാണ് 2:1 ആണ്. അപ്പോൾ വാട്ടറിലെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നമ്പർ റേഷ്യോ 2:1 എന്നായിരിക്കും. ഇനി അതിന്റെ മാസ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ മാസ് 1 ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ ഉള്ളപ്പോൾ മാസ് എത്രയാവും? 2 ആവും. ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ആണ്. ഓക്സിജൻ ആറ്റത്തിന്റെ മാസ് 16 ആണ്. അപ്പോൾ 2:16 ആണ് കിട്ടും. അതിന്റെ റേഷ്യോ എടുക്കുന്നു. അപ്പോൾ 2:16 ആണ്. കോമൺ നമ്പർ ഉപയോഗിച്ചതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. Then answer 1:8. അപ്പോൾ വാട്ടറിന്റെ മാസ് റേഷ്യോ 1:8 എന്നാണ്. അതുപോലെ ആറ്റംസ് മീൻസ് നമ്പർ ഓഫ് ആറ്റംസിന്റെ റേഷ്യോ 2:1 ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ റേഷ്യോ 2:1, മാസ് റേഷ്യോ 1:8. നെക്സ്റ്റ് CO2, കാർബൺ ഡൈ ഓക്സൈഡ് CO2. അപ്പോൾ CO2 ഒരു മോളിക്യൂളാണ്. നമ്പർ റേഷ്യോ അറിയാം. നമ്പർ റേഷ്യോ 1:2 ആണ്. നമ്പർ റേഷ്യോ മീൻസ് ആറ്റത്തിന്റെ നമ്പർ ആണ് 1:2. അതിന്റെ മാസ് റേഷ്യോ കാർബൺ 12 ആണ്. ദെൻ ഓക്സിജൻ 16 ആണ്. 16 × 2 32. സോ അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. 6:16 എന്ന് കിട്ടും. അതിനെ റെഡ്യൂസ് ചെയ്യാം 3:8. ഓക്കെ, 3:8 എന്നത്. അപ്പോൾ ഇങ്ങനെ നമ്പർ റേഷ്യോ മാസ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത് അമോണിയ.
NH3. അമോണിയ നമ്പർ റേഷ്യോ 1:3 ആണ്. മാസ് റേഷ്യോ നൈട്രജൻ N14 ആണ്. 14:, ഹൈഡ്രജൻ ആകുമ്പോൾ 3. ഓക്കെ, 14:3 ആണ് മാസ് റേഷ്യോ. നമ്പർ റേഷ്യോ 1:3. അപ്പോൾ ഇങ്ങനെ മാസിൻ്റെ റേഷ്യോ അതുപോലെ നമ്പർ ഓഫ് ആറ്റംസിൻ്റെ റേഷ്യോ നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും ഒരു മോളിക്യൂൾ തന്നിരുന്നാൽ. അപ്പോൾ ഇനി നമുക്ക് അത് ഉപയോഗിച്ചിട്ട് കെമിക്കൽ ഫോർമുലാസ് എഴുതുന്ന രീതിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതിനു മുമ്പ് എന്താണ് അയോൺസ് എന്ന് പഠിക്കണം. ദാറ്റ് ഈസ് ആൻ അയോൺ. അപ്പോൾ ഈ നമ്പർ റേഷ്യോ മാസ് റേഷ്യോ എല്ലാവർക്കും അറിയാവുന്ന വരുന്നു. ദെൻ അയോൺസ്. അപ്പോൾ നമുക്കറിയാം കോമ്പൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കോമ്പൗണ്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത് മെറ്റൽസും നോൺ മെറ്റൽസും കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ മെറ്റൽസും നോൺ മെറ്റൽസും റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പൗണ്ട്സ് ഉണ്ടാകാറുണ്ട്. അതുപോലെ നോൺ മെറ്റൽസ് റിയാക്ട് ചെയ്തോ അല്ലെങ്കിൽ മെറ്റൽസ് റിയാക്ട് ചെയ്തോ ഒക്കെ നമുക്ക് ഇവിടെ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോഴുള്ള ചാർജ്ഡ് സ്പീഷീസിനെ, അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ഓർ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസിനെ പറയുന്ന പേരാണ് അയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അയോൺസ് പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ചാർജുള്ള അയോൺസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുക. അല്ലെങ്കിൽ മോളിക്യൂൾസ് ഉണ്ടാകുന്നത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് കമ്പൈൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നത് സോഡിയത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള അയോണും ക്ലോറിൻ്റെ നെഗറ്റീവ് ചാർജുള്ള അയോണും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് സോഡിയം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ട് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ അയോൺസ് പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള അയോൺസിന്റെ കോമ്പിനേഷനിലൂടെ കോമ്പൗണ്ട് ഉണ്ടാകും. എ ഗ്രൂപ്പ് ഓഫ് ആറ്റം ക്യാരിയിങ് എ ചാർജ് ഈസ് നോൺ ആസ് പോളി അറ്റോമിക് അയോൺ. അതുപോലെ പോളി അറ്റോമിക് അയോൺ എന്ന് പറഞ്ഞാൽ പോളി അറ്റോമിക് അയോൺസ്. പോളി അറ്റോമിക് അയോൺസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം ആയിരിക്കും. ആ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന് എന്തുണ്ടായിരിക്കും, ക്യാരിയിങ് എ ചാർജ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന് ചാർജ് ഉണ്ടായിരിക്കും, അവരെ പോളി അറ്റോമിക് അയോൺ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ OH- ഹൈഡ്രോക്സൈഡ് ഗ്രൂപ്പാണ് OH-. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ആറ്റമാണ്. ഈ ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിന് എന്തുണ്ട്, ക്യാരിയിങ് ചാർജ്. അതിന് എന്തുണ്ടായിരിക്കും, ചാർജ് ഉണ്ടായിരിക്കും. OH- അതിൻ്റെ എക്സാമ്പിളാണ് പോളി അറ്റോമിക് അയോൺസിന്. അപ്പോൾ ഇങ്ങനെ അയോൺസ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ള അയോൺസ് ആണ്. ഈ അയോണുകളെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കെമിക്കൽ ഫോർമുലാസ് എഴുതാൻ പറ്റും. അപ്പോൾ ഈ കെമിക്കൽ ഫോർമുല എഴുതാൻ പഠിക്കണമെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം. അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ട് വാലൻസി കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് 4th ചാപ്റ്ററിലാണ് വാലൻസിയും അതുപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഒക്കെ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്ത് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് നമുക്ക് 4th ചാപ്റ്റർ പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമ്മൾ 4th ചാപ്റ്ററും കൂടെ പഠിച്ച ശേഷമേ കെമിക്കൽ ഫോർമുല എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ബാക്കിയുള്ള പോർഷനിലേക്ക് നമുക്ക് നോക്കാം. അതായത് നെയിം ആൻഡ് സിംബൽസ് ഓഫ് അയോൺസ്. അയോൺസിൻ്റെ പേരും സിംബൽസുമാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ പേരുകൾ, ആ അയോൺസിൻ്റെ പേരുകളും അതുപോലെ ആ അയോണുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിംബലുകളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഈ സിംബൽസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് കെമിക്കൽ ഫോർമുല എഴുതാൻ പറ്റൂ. അപ്പോൾ കെമിക്കൽ ഫോർമുലയുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പഠിക്കുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ കൂടി പഠിച്ചിട്ടായിരിക്കും പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അയോണുകളെ പഠിക്കാം. ഫസ്റ്റ് വൺ സോഡിയം. സോഡിയത്തിൻ്റെ അയോണിനെ നമ്മൾ Na+ എന്നാണ് റെപ്രസെൻ്റ്. അപ്പോൾ Na+ മീൻസ് സോഡിയത്തിൻ്റെ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആണ്. ഇപ്പോൾ സോഡിയം അയോണിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ Na+ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ പൊട്ടാസ്യം അയോൺ. പൊട്ടാസ്യം അയോൺ ആണെങ്കിൽ K+ എന്ന് റെപ്രസെൻ്റ് ചെയ്യും. അതുപോലെ സിൽവർ അയോൺ ആണെങ്കിൽ Ag+. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അത് നമുക്ക് എവിടെ പഠിക്കാം, നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇലക്ട്രോൺ ഗെയിനിങ് ലോസിങ് കപ്പാസിറ്റി, അതായത് വാലൻസിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്കവിടെ പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഈ അയോൺസിൻ്റെ സിംബൽസ് പഠിച്ചു വയ്ക്കുക. സോഡിയം Na+, പൊട്ടാസ്യം K+, സിൽവർ Ag+ എന്നാണ്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോപ്പർ ആണ്. അപ്പോൾ കോപ്പർ ഒരു
ട്രാൻസിഷൻ എലമെന്റ് ആണ്. അതിന് വേരിയബിൾ വാലൻസീസ് ഉണ്ട്. അതായത് ഈ എലമെന്റുകൾക്കൊക്കെ വാലൻസി സിംഗിൾ വാലൻസി ആയിരിക്കും, പക്ഷേ ഈ എലമെന്റിന് ഡിഫറൻറ്റ് വാലൻസീസ് ഉണ്ട്. സോ കോപ്പർ ഫസ്റ്റ് എന്ന എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാലൻസി 1 ആയിരിക്കും. സോ Cu+. ഈ കോപ്പർ ഫസ്റ്റ് ഇത് റോമൻ ലെറ്ററിൽ 1 എന്നിടും. അതായത് വാലൻസി ഡിഫറൻ്റ് ആയ എലമെന്റുകളെ കോപ്പർ ആണെങ്കിൽ കോപ്പർ 1, കോപ്പർ 2 എന്നിങ്ങനെ എഴുതാറുണ്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ചില എലമെന്റുകൾക്ക് എന്തുണ്ട്, ട്രാൻസിഷൻ എലമെന്റുകളിൽ വരുന്ന ചില എലമെന്റുകൾക്ക് അതിന് വേരിയബിൾ വാലൻസീസ് ഉണ്ട്. അപ്പോൾ കോപ്പർ ഫസ്റ്റ് ആണെങ്കിൽ Cu+ ആണ്. ഇനി അതുപോലെ കോപ്പറിന്റെ സെക്കൻഡ് ഉണ്ട്, കോപ്പർ സെക്കൻഡ്, അവിടെ വാലൻസി വരുമ്പോൾ Cu2+ എന്നായിരിക്കും അതിന്റെ സിംബൽ വരിക. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റും സെക്കൻഡും റോമൻ ലെറ്ററിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേരിയബിൾ വാലൻസി ഉള്ള എലമെന്റാണ് കോപ്പർ, Cu+, Cu2+. ഓക്കെ, ഇനി മഗ്നീഷ്യം. അപ്പോൾ മഗ്നീഷ്യം Mg ആണ് സിംബൽ എന്ന് നമുക്കറിയാം. മഗ്നീഷ്യം അയോൺ എഴുതുമ്പോൾ Mg2+ എന്ന്. അപ്പോൾ അത് 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്തതുകൊണ്ടാണ് Mg2+ ആവുന്നത്. അത് 4th ചാപ്റ്ററിലെ പഠിക്കാൻ പറ്റും. അത് പഠിച്ചിട്ട് നമുക്ക് കെമിക്കൽ ഫോർമുലാസ് എഴുതാൻ പഠിക്കാം. ദെൻ കാൽഷ്യം വരുന്നത് ഇങ്ങനെയാണ്, Ca2+ എന്നാണ് കാൽഷ്യം കെമിക്കൽ ഫോർമുല വരുന്നത്. അതുപോലെ സിങ്ക് വരുന്നത് Zn2+. അപ്പോൾ മഗ്നീഷ്യം Mg2+, കാൽഷ്യം Ca2+, സിങ്ക് Zn2+. ഓക്കെ, അപ്പോൾ അയൺ സെക്കൻഡ്, കോപ്പർ സെക്കൻഡ് കഴിഞ്ഞാൽ അയൺ Fe സെക്കൻഡ്. അപ്പോൾ Fe2+. അയൺ സെക്കൻഡിന്റെ കോമ്പൗണ്ട് ആണ് വരുന്നതെങ്കിൽ Fe2+ എന്ന് വരും. കോപ്പർ സെക്കൻഡ് ആണെങ്കിൽ Cu2+. ഇനി നെക്സ്റ്റ് വണ്ണം വരുന്നത് അലൂമിനിയം. അലൂമിനിയം Al3+ അയോൺ ആയിരിക്കും. അലൂമിനിയം എന്ന് പറയുന്നത് Al3+ ആണ്. അതുപോലെ അയണിന്റെ തേർഡ് ആണെങ്കിൽ അയൺ തേർഡ് Fe3+ ആയിരിക്കും. അപ്പോൾ അയൺ വേരിയബിൾ വാലൻസീസ് കാണിക്കുന്ന ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. അതുകൊണ്ടാണ് അതിന്റെ വാലൻസി ചേഞ്ച് ചെയ്ത് വരുന്നത്, 2+ഉം 3+ഉം ഒക്കെ ആയി വരുന്നത്. ഹൈഡ്രജൻ ആണെങ്കിൽ H+ ആയിരിക്കും ഹൈഡ്രജൻ. അതുപോലെ ഹൈഡ്രൈഡുകളാണെങ്കിൽ ഹൈഡ്രൈഡുകൾ H- ആയിരിക്കും. ഹൈഡ്രജൻ H+ ആണ്, ഹൈഡ്രൈഡുകൾ H-. അതുപോലെ ക്ലോറൈഡുകളുണ്ട്. ക്ലോറൈഡുകൾ Cl- ആയിരിക്കും. ക്ലോറൈഡ് കോമ്പൗണ്ടുകൾ, ക്ലോറൈഡ് എന്ന് പറയുന്നത് Cl- അയോണുകളാണ്, റെപ്രസെന്റേഷൻ മാർക്ക്. അതുപോലെ ബ്രോമൈഡുകൾ എന്ന് പറയുന്നത് Br- ആണ്. അപ്പോൾ ഹൈഡ്രൈഡ് H-, ക്ലോറൈഡ് Cl-, ബ്രോമൈഡ് Br-. അതുപോലെ അയോഡൈഡ് I-. അയോഡൈഡ് ഹാലജൻ ഫാമിലിയിൽ വരുന്ന എലമെന്റ്സ് ആണ്. അയോഡൈഡ് I- എന്നാണ് സിമ്പല്. ഓക്സൈഡ് ആണെങ്കിൽ O2-. ഓക്സൈഡുകൾ O2- എന്ന സിമ്പലാണ്. സൾഫൈഡുകളാണെങ്കിൽ S2-. സൾഫൈഡുകളെ നമ്മൾ S2- എന്നാണ് സിമ്പൽ ചെയ്യുക. ദെൻ നൈട്രൈഡുകളുണ്ട്. അപ്പോൾ ഈ സിമ്പിൾസ് എല്ലാം പഠിച്ചു വെച്ചിരിക്കണം. നൈട്രൈഡ് എന്ന് പറയുന്നത് N3- ആണ് നൈട്രൈഡുകൾ. പിന്നെ നമുക്ക് പോളി അറ്റോമിക് അയോൺസ്, നമ്മൾ നേരത്തെ പറഞ്ഞു 2 or more ആറ്റംസ് കമ്പൈൻ ചെയ്ത് വരുന്ന പോളി അറ്റോമിക് അയോൺസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് അമോണിയം അയോൺ ആണ്. അത് NH4+ ആണ്. അപ്പോൾ അമോണിയം എന്ന് പറയുമ്പോൾ അവിടെ NH4+ എന്നാണ് സിമ്പൽ കൊടുക്കുക. അമോണിയം ക്ലോറൈഡ്, അപ്പോൾ NH4 അവിടെ വരും. അപ്പോൾ അമോണിയം അയോൺ NH4+ എന്ന സിമ്പല്. ദെൻ ഹൈഡ്രോക്സൈഡ് അയോൺ, നേരത്തെ നമ്മൾ എക്സാമ്പിൾ ആയി പറഞ്ഞു ഹൈഡ്രോക്സൈഡ് അയോൺ OH- ആണ് ഹൈഡ്രോക്സൈഡ് അയോണുകളുടെ സിമ്പല്. ദെൻ അടുത്തത് നൈട്രേറ്റ് അയോണുകളാണ്. അത് NO3- ആണ് നൈട്രേറ്റ് അയോണുകൾ. NO3, നൈട്രൈഡ് അല്ല, നൈട്രേറ്റ് അയോണുകളാണ്. ദെൻ ഹൈഡ്രജൻ കാർബണേറ്റ് HCO3-. ഹൈഡ്രജൻ കാർബണേറ്റ് HCO3- ആണ്. കാർബണേറ്റുകൾ എന്ന് പറയുന്നത് CO3-. കാർബണേറ്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് CO3-. എന്നാണ്. അതുപോലെ സൾഫൈറ്റ് SO3-. സൾഫൈറ്റുകളെ SO3-. എന്ന് റെപ്രസെന്റ് ചെയ്യും. അതുപോലെ സൾഫേറ്റ് ആണെങ്കിൽ
സൾഫേറ്റുകളെ SO4 2- ആണ്. അപ്പോൾ സൾഫേറ്റ് SO4 2- ആണ്. ദെൻ സൾഫൈറ്റ് SO3 2- എന്ന് റെപ്രസെന്റ്. ഫോസ്ഫേറ്റുകളാണെങ്കിൽ PO4 ഫോസ്ഫേറ്റ് PO4 3-. അപ്പോൾ ഫോസ്ഫേറ്റുകളെ റെപ്രസെന്റ് ചെയ്യുന്നത് PO4 3-. അപ്പോൾ ഇത് പോളി അറ്റോമിക് അയോൺസ് ആണ്. നമ്പർ ഓഫ് ആറ്റംസ് ഇതിൽ കൂടുതലുണ്ട്. സോ പോളി അറ്റോമിക് അയോൺസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അയോൺസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റേഷൻ മാർക്കുകൾ പോസിറ്റീവ് നെഗറ്റീവ് സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട് കോമ്പൗണ്ടുകളിൽ നിന്നും അതിനെ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ പോസിറ്റീവ് അയോണുകളെയും നെഗറ്റീവ് അയോണുകളെയും നമ്മൾ സിംബൽസ് ഉൾപ്പെടെ പഠിച്ചു. ആ സിംബൽസ് ഓരോന്നിൻ്റെയും സിംബൽസ് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് കെമിക്കൽ ഫോർമുലാസ് എഴുതാൻ പറ്റൂ. കെമിക്കൽ ഫോർമുല എഴുതണമെങ്കിൽ ഒരു കാര്യം കൂടി പഠിക്കണം, വാലൻസി പഠിക്കണം. വാലൻസി നമുക്ക് 4th-ലായതുകൊണ്ട് 4th ചാപ്റ്റർ പഠിച്ച ശേഷം നമുക്ക് വാലൻസി പഠിച്ച് കെമിക്കൽ ഫോർമുല എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് ആറ്റംസിനെ കുറിച്ചായിരുന്നു. അതുപോലെ ആറ്റംസ് എന്താണെന്നും മോളിക്യൂൾസ് എന്താണെന്നും ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് മോണോ അറ്റോമിക്, ഡയാറ്റോമിക്, പോളി അറ്റോമിക്, ടെട്രാ അറ്റോമിക് മോളിക്യൂൾസിനെ കുറിച്ച് നോക്കി. അതുപോലെ ഒരു കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല തന്നിരുന്നാൽ അതിലെ നമ്പർ ഓഫ് ആറ്റംസ്, അതായത് ആറ്റംസിൻ്റെ റേഷ്യോ, നമ്പർ റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതുപോലെ അതിൻ്റെ മാസ് റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതുപോലെ മോണോ അറ്റോമിക്കിനും ഡയാറ്റോമിക്കിനും പോളി അറ്റോമിക്കിനും അതുപോലെ ടെട്രാ അറ്റോമിക് അയോൺസിനും ഒക്കെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ അയോൺസ് എന്താണ്, പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ള അയോൺസ്, അതിന് പോളി അറ്റോമിക് അയോൺസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതുന്നതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായി അയോൺസിൻ്റെ റെപ്രസെൻറ്റേഷൻ മാർക്കുകൾ, ഓരോ ചാർജുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള അയോണുകളെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കിയത്. അയോൺസിൻ്റെ റെപ്രസെൻറ്റേഷൻ മാർക്ക് പഠിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് മോൾ കൺസെപ്റ്റ് ആണ്. അപ്പം അതായത് നമ്മൾ കെമിക്കൽ ഫോർമുല എഴുതാൻ നമ്മൾ ലാസ്റ്റ് ചാപ്റ്റർ കൂടി പഠിച്ചിട്ട് നമുക്ക് പഠിക്കാം. അതവിടെ കിടക്കട്ടെ. കെമിക്കൽ ഫോർമുല എഴുതാനുള്ള പോർഷൻസ് നമ്മളിവിടെ പെൻഡിങ് വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ അറിഞ്ഞാലേ വാലൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പറയാം. ഓക്കെ, ഇത് നമുക്ക് മോൾ കൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള പോർഷനാണ് പഠിക്കുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് മോൾ കൺസെപ്റ്റ് ബേസ് ചെയ്ത പോർഷൻസ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട ശേഷം ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാനും മറക്കണ്ട. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിൻ്റെ ഏകദേശം തീരാറായിരിക്കുകയാണ്. അടുത്ത ക്ലാസ് നമുക്ക് മോൾ കൺസെപ്റ്റ് നോക്കാം. ഓക്കെ.